എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് കൊളസ്ട്രോളിനെ കുറിച്ചിട്ടാണ്. ഇന്ന് മിക്ക ആളുകളും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് അവരുടെ കൊളസ്ട്രോളിൽ വരുന്ന വേരിയേഷൻസ് കൂടുന്നൊരവസ്ഥ. പലരും റാൻഡായിട്ട് പോയിട്ട് ബ്ലഡ് റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ പലരും അറിയുന്നത് തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന്. പലരും ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്ന സമയങ്ങളിലായിരിക്കും ചിലവരും അറിയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഈ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല. പലരും തടിയൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് ഒന്ന് പോയി ചെക്ക് ചെയ്യുമ്പോൾ ചിലരും അത് ഡയഗ്നോസ് ചെയ്യാറ്. ഡിസ്ലിപ്പിഡിമിയ എന്നാണ് ഈ ഒരു കണ്ടീഷനെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തേണ്ടത്, എന്തൊക്കെ ഫുഡ് നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുട്ട കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവുമോ എന്നുള്ളത്. മുട്ടയെക്കാളും അപകടകാരിയാണ് പല കാര്യങ്ങൾ. കൊളസ്ട്രോൾ ഉണ്ടാക്കാനായിട്ട് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഷുഗർ ഇൻടേക്കും കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ ഈ ഹൈ ആയിട്ട് ഷുഗർ ഇൻടേക്ക് ചെയ്യുന്നവരും കാർബോഹൈഡ്രേറ്റ് നല്ല പോലെ കഴിക്കുന്നവർക്കാണ് കൂടുതലായിട്ടും കൊളസ്ട്രോൾ കണ്ടുവരുന്നത്. അല്ലാതെ മുട്ട കൊളസ്ട്രോൾ കൂട്ടാൻ ഒരു കാരണം അല്ല. പിന്നെ എന്തൊക്കെ ഫുഡുകൾ നമുക്ക് ആഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ഫുഡുകൾ നമുക്ക് നോർമലായിട്ട് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവകാഡോ ഗുഡ് ഫാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവകാഡോ നമ്മുടെ HDL അതായത് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുമാത്രമല്ല omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫിഷ് എന്ന് പറയുമ്പോൾ സാൽമൺ, നമുക്ക് മത്തി, ചാള, പിന്നെ അയല, പിന്നെ ട്യൂണ, ഇവയൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇതിൽ omega-3 ഫാറ്റി ആസിഡ് വളരെ റിച്ചാണ്. പിന്നെ നമുക്ക് സീഡ്സുകൾ അതായത് പിസ്താഷ്യൂ, വാൾനട്ടൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഒലീവ് ഓയിൽ, നമുക്ക് സാലഡ് ഡ്രസ്സിങ്ങിനൊക്കെ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നതും നല്ലതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ എക്സസൈസ് അല്ലെങ്കിൽ നടക്കുക. വാക്കിംഗ് ചെയ്യുന്നവർക്ക് ഈ ബ്രിസ്ക് വാക്ക് മോഡൽ വാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ നടക്കാൻ ശ്രമിക്കണം ആദ്യഘട്ടങ്ങളിൽ. പിന്നെ അത് 45 മിനിറ്റാക്കി 1 മണിക്കൂർ എത്തിക്കുന്നത് വരെ നല്ലൊരു ഹാബിറ്റായിരിക്കും. സോ ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LDL കുറയ്ക്കാനായിട്ട് സഹായിക്കും. ട്രൈഗ്ലിസറൈഡ് നിങ്ങളുടെ കുറയും. അതേപോലെ നിങ്ങളുടെ ഗുഡ് കൊളസ്ട്രോൾ HDL കൂട്ടാനായിട്ട് വളരെ നല്ല രീതിയിൽ സഹായിക്കും. മെയിൻ ഒരു കീ എന്ന് പറയുന്നത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയ ഫുഡ് ലിമിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ ഷുഗറി ഫുഡ് നിങ്ങൾ ലിമിറ്റ് ചെയ്യണം. പിന്നെ പാക്കറ്റ് ഫുഡിൽ മിക്കതിലും അതിൻ്റെ കൊഴുപ്പൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് മാൾട്ടോഡെക്സ്ട്രിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം അവർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മാൾട്ടോഡെക്സ്ട്രിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു 100-ന് എബോവ് ആണ്. നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ അത് മാൾട്ടോഡെക്സ്ട്രിൻ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വല്ലപ്പോഴും കഴിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. നമ്മൾ ഈ ഡെയിലി കഴിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ചിലവരൊക്കെ ഈ സ്നാക്കുകളൊക്കെ വീട്ടിൽ മേടിച്ച് വയ്ക്കും. കാരണം അവർക്ക് ഈ മെയിനായിട്ട് ലഞ്ച് അതുപോലെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചിലവർക്ക് ഈ സ്നാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. വല്ലപ്പോഴും നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പം ഡെയിലി ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ജ്യൂസുകൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചവച്ച് അരച്ച് തിന്നുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.